ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അറബിക് സ്റ്റൈലിലുള്ള കിഡ്ലൻ മന്തിയാണ്. മന്തി നമ്മൾ പല ടേസ്റ്റിൽ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ 2-3 തരം മന്തികൾ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതൊന്നൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മന്തി മസാലയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാട് ഈസിയാണ്. സാധാരണ നമ്മൾ മന്തി ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഈസിയാണ് ചെയ്യാൻ. മസാലപ്പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മന്തി ട്രൈ ചെയ്യണം തോന്നുമ്പോൾ നമുക്ക് എടുക്കുകയും ചെയ്യാം. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെ ആയിരിക്കും. ചിക്കനൊക്കെ നല്ല പുറമേ നല്ല ക്രഞ്ചി ആയിട്ടും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മന്തി എങ്ങനെ ഉണ്ടാക്കുകയെന്നും ഇതിലേക്കുള്ള മസാല പൗഡർ എങ്ങനെ ഉണ്ടാക്കുകയെന്നും കൂടിയാണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണ്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, ഏലം 3/4 ടേബിൾ സ്പൂണ്, ഗ്രാമ്പു 1 ടീസ്പൂണ്, മല്ലിയാണ്, മല്ലി 2 ടേബിൾ സ്പൂണ്, പട്ട 2 കഷ്ണം, ജാതിക്കയാണത്, അതിൻ്റെ ഒരു ഹാഫ് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ, ഒരു ഡ്രൈ ലെമൺ ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെ എടുക്കുക, ജാതിപത്രി ഒരെണ്ണത്തിൻ്റെ പകുതിയാണ്, ബേ ലീഫ് 2 എണ്ണം. ഇത്രയും നമ്മളൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നന്നായിട്ട് വറുത്തെടുക്കണ്ട, പക്ഷെ പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിയത്തക്ക രീതിയിൽ, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ സാധാരണ ഗരം മസാലയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതിന് മുമ്പേ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാടൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മൾ 2 ടീസ്പൂണ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ഒരു നോർമലി ഒരു മന്തി വയ്ക്കുമ്പോൾ ആവശ്യം വരുള്ളൂ. 1 കിലോ അല്ലെങ്കിൽ 3/4 കിലോ അരിക്കൊക്കെ അത്രേ ആവശ്യം വരുള്ളൂ. നമുക്ക് സൂക്ഷിച്ച് വെക്കുക. ഇനി നമ്മൾ മന്തിക്കുള്ള അരി സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം 3/4 കിലോ. അത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരമൊക്കെ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ബസ്മതി റൈസാണ്, വൈറ്റ് ബസ്മതിയാണ്. ജെല്ല റൈസ് കിട്ടുമെങ്കിൽ അതെടുക്കുക. ചിക്കൻ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നില്ലാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പടക്കോല് വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചോളും. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മന്തി മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. 1/2 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ ചതച്ചത്, വലിയ ജീരകം 1/4 ടീസ്പൂൺ തന്നെ ചതച്ചത്, രണ്ടും 1/4 ടീസ്പൂൺ വീതം ചതച്ചത്, 3 ഏലക്കായ, അത് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പട്ട 3 എണ്ണം, ഗ്രാമ്പു 3 എണ്ണം, അതുപോലെ ചെറിയ കഷ്ണം പട്ട. മാഗി ക്യൂബ് 1 എണ്ണമാണ്, ഒരു പാക്കല്ല, അതിൽ 1 എണ്ണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല, മുഴുവനായിട്ടാണ്. പിന്നെ പാകത്തിന് ഉപ്പ്. നമ്മൾ മാഗി ക്യൂബ് ഇടുന്നുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഫുഡ് കളറാണ്, അത് കളർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തും ഒന്ന് എത്തണം. മാഗി ക്യൂബ് ഞാൻ ഒരു പാക്കിൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചു. ഇനി കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാനത് മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നിരത്തി വെക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ മേലെ വരാത്ത രീതിയിൽ എല്ലാം അങ്ങനെ പാത്രത്തിൽ തന്നെ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുതന്നെ ധാരാളം മതിയാവും. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ മതി. എന്നിട്ട് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വെക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ചിക്കൻ പീസസ് പുറമേ ഒന്ന് ക്രഞ്ചിയായി വരാൻ വേണ്ടിയിട്ടാണ്. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരിക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ടീസ്പൂണാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡിൽ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അരി വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയ പീസ് മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഏലം, പട്ട, ഗ്രാമ്പൂ എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. ഇതായി കാണുന്ന അത്രയേ ഉള്ളൂ. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഒരു 15 മിനിറ്റ് നേരം. എന്നിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുത്തു. ഇനി അരി ഒരു 3/4 വേവായാൽ മതി. ബാക്കി നമ്മൾ ആ ദം ചെയ്യുമ്പോൾ അതിൽ കിടന്നാണ് വേവുക. ചിക്കൻ പീസസ് നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡൊന്ന് അത്യാവശ്യം ഫ്രൈ പോലെ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ശരിക്കും ചിക്കൻ വേവുന്നത് ചോറിൻ്റെ താഴെ കിടന്നിട്ട് തന്നെയാണ്. ഇപ്പോൾ പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പീസസ് 1-2 തവണ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നുമില്ല, 1/4 കപ്പേ ഉള്ളൂ. അത് ചിക്കനിലേക്ക് പിടിക്കാനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. പക്ഷേ ഈ ഒരളവ് കറക്റ്റാണ്, ഒരുപാടൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ചിക്കൻ ഒരു ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫുഡ് കളർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ എന്തായാലും വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു 3/4 വേവായാൽ മതി. ബാക്കി പിന്നെ ചിക്കൻ്റെ മുകളിൽ കിടന്ന് വെന്തോളും. അപ്പോൾ ഞാനതിങ്ങനെ വെള്ളം വാർത്തിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേറെ ഒന്നും നമ്മളിതിന് ഇനി ഇടാനില്ല. ഈ മസാല തന്നെ മതി, വേറെ ഒന്നും ചേർക്കാനില്ല ഇനി ഇതിൽ. വെള്ളം നന്നായി വാർത്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ. അരിയൊക്കെ ചോറൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 3/4 വേവാവാനേ പാടുള്ളൂ. ഒരുപാട് വെന്ത ചോറിട്ട് കഴിഞ്ഞാൽ പിന്നെ ദം പൊട്ടിക്കുമ്പോൾ ഒരുപാട് വേവ് കൂടിപ്പോവും. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 ടീസ്പൂൺ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. കളറിന് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ഫുഡ് കളർ ഒഴിക്കുന്നതിന് പകരം, മഞ്ഞ കളർ ഒഴിക്കുന്നതിന് പകരം മഞ്ഞൾ പാലിൽ കലക്കി ഒഴിച്ചു. പിന്നെ ഒരു 3-4 ഡ്രോപ്പ് റെഡ് കളറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ടേസ്റ്റിന് പ്രശ്നമൊന്നും വരില്ല, കാണാനുള്ളൊരു ലുക്ക്. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലീസ് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. ചിലർക്കത് ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ ഒഴിവാക്കാം. ഇനി ഞാനൊരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ നന്നായിട്ട് പുക വരുമ്പോൾ അടച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളതിൽ ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കണം. ചാർക്കോൾ ഇപ്പോൾ തന്നെ എടുത്ത് ഒഴിവാക്കണമെന്നൊന്നുമില്ല. നമ്മൾ സെർവ് ചെയ്യണത് എപ്പോഴാണോ അപ്പോൾ ചെയ്താൽ മതി. 20 മിനിറ്റ് നേരം ഞാൻ ദമ്മിൽ വെച്ചു. ഇപ്പം നല്ല ചൂടുള്ള മന്തിയാണ്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. ചില്ലീസൊക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കി. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ റൈസിലേക്കൊന്ന് പിടിക്കും. അതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ പീസസൊക്കെ ആദ്യം എടുത്ത് മാറ്റിയതിന് ശേഷം, എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് എളുപ്പം. ചിക്കൻ പീസസൊക്കെ ആദ്യം ഒന്നും ഇങ്ങോട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഓയിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതും ഈ ചോറും കൂടിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചോറ് ഞാൻ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഓയിലൊക്കെ ഏറ്റവും താഴെയായിരിക്കും കിടക്കുക. മുകളിൽ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഫുഡ് കളർ മാത്രമേ ഒഴിച്ചുള്ളൂ. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന മന്തി മസാല ആയത് കാരണം നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരു ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, അത് വളരെ കുറച്ച് മതി. അത് ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ അതങ്ങനെ തന്നെ ഇട്ടാൽ മതി. വെറുതെ മല്ലിച്ചപ്പും പുതിന ഇട്ടാൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ചോറെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. റൈസ് കണ്ടോ നല്ലൊരു കളറ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഫുഡ് കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ചിക്കനിൽ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ
നിങ്ങൾ കണ്ടതാണല്ലോ ചോറിൻ്റെ മുകളിൽ 2-3 ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു കളറ്, കാണാനും നല്ലതാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ പുറമേയൊക്കെ നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. കണ്ടോ, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ്. വീട്ടിൽ തന്നെ എല്ലാവരും ഇതുപോലെ മന്തി മസാല ഉണ്ടാക്കി നോക്കുക. അത് വലിയൊരു പണിയൊന്നും അല്ല, നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും അതിലില്ല. എല്ലാം നമുക്ക് നോർമലി മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതൊക്കെ ഉപയോഗിച്ച് മന്തി മസാല ഉണ്ടാക്കി സൂക്ഷിക്കുക. ഇടയ്ക്ക് മന്തിയൊക്കെ ഉണ്ടാക്കാൻ തോന്നുമ്പം നമ്മുടെ വീട്ടിലെ മന്തി മസാല വെച്ചിട്ട് തന്നെ ഇതുപോലെ ട്രൈ ചെയ്യുക. നിങ്ങൾക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്